അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നമ്മുടെ നാട്ടിൽ ഒരുപാട് മഹാന്മാരായ സൂഫിയാക്കളും ഔലിയാക്കളും ഒക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ട്, വഫാത്തായി പോയ ആളുകളുണ്ട്. അതിലേറ്റവും പ്രധാനിയായ ഒരാളാണ് അത്തിപ്പറ്റ ഉസ്താദ്. നമ്മുടെ വീഡിയോ കാണുന്ന പലരും അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ടവരോ ശബ്ദം കേട്ടവരോ അല്ലെങ്കിൽ ഹയാത്ത് കാലത്ത് ഒന്ന് നേരിൽ കാണാനൊക്കെ കഴിഞ്ഞ ഭാഗ്യമുള്ള ആളുകളായിരിക്കാം. ഒരു പക്ഷേ അതിൽ അങ്ങനെ ഭാഗ്യം ലഭിച്ച നേരിൽ കാണാൻ കഴിഞ്ഞ ഭാഗ്യമുള്ള ആളുകളും താഴെ കമൻറ്റ് ചെയ്യണേ. സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ എന്തൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങളൊരു അള്ളാഹുവിൻ്റെ ഒരു ഔലിയാക്കളെ കുറിച്ച് സൂഫികളെ കുറിച്ച് എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് തന്നെ വലിയൊരു പുണ്യമാണ്. അവരുടെ ലൈഫ് നമുക്ക് ഒരുപാട് മാതൃകയാണ്. അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയാണ്. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടൊരാഗ്രഹമില്ലാത്ത എപ്പോഴും അതിസൂക്ഷ്മതയിൽ ജീവിക്കുന്ന അപൂർവം പണ്ഡിതന്മാരിൽ ഒരാളാണ് അത്തിപ്പറ്റ ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ജനനം ശരിക്ക് അത്തിപ്പറ്റയിലല്ല, കോട്ടക്കൽ ഭാഗത്ത് അച്ചിപ്രയിലാണ് ജനിച്ചത്. ഒരു ഉസ്താദിൻ്റെ മോനായിരുന്നു. അങ്ങനെ അദ്ദേഹം പിന്നെ 1980കളിലാണ് അത്തിപ്പറ്റയിലേക്ക് വരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി അത്തിപ്പറ്റയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കാമും എവിടെയുള്ളത് അത്തിപ്പറ്റയിലുള്ളത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അത്തിപ്പറ്റയിലൊക്കെ പോയിട്ട് അവിടെ ചെന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉറൂസ് മുബാറക്ക് നാളെ ഒക്ടോബർ 1 മുതൽ ആരംഭിക്കുകയാണ്, 6 ദിവസം വരെ. അപ്പോൾ അദ്ദേഹം ഒരു പരിപാടിയിൽ അത്തിപ്പറ്റക്ക് അടുത്തൊരു പരിപാടിയിൽ മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ആ മന്ത്രി ഒരു മുസ്ലിം മന്ത്രിയാണ്. പ്രസംഗിക്കുന്ന ആ ചടങ്ങിൽ മന്ത്രിയുടെ മുണ്ട് നിര്യാണിക്ക് താഴെയാണ്. അത്തിപ്പറ്റയുടെ ഒരു സൂക്ഷ്മം നോക്കി ആ മന്ത്രിയെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുണ്ട് നിര്യാണിക്ക് താഴെയാണ്, നിങ്ങൾ പ്രസംഗിക്കുന്നതിന് മുൻപ് അതൊന്ന് ശരിയാക്കണം, അതിലാണ് ഹൈർ എന്നുള്ളത്. ആരും കേൾപ്പിച്ചിട്ടില്ല. ആ ഒരു മന്ത്രി ആ മുണ്ട് ശരിയാക്കി എടുക്കുകയും അത്തിപ്പറ്റ ഉസ്താദിനെ വഫാത്തിന് ശേഷം അദ്ദേഹം പറയുണ്ടായി, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ ലൈഫിലും എപ്പോഴൊക്കെ എൻ്റെ മുണ്ട് എടുക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കലുണ്ട് നിര്യാണിക്ക് താഴെ ആവലുണ്ടോ എന്നുള്ളത്. ഇതാണ് അതീവ സൂക്ഷ്മാലുവായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ലൈഫ് സ്റ്റൈൽ. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് മഹാന്മാരുമായിട്ട് സൂഫിയാക്കളുമായിട്ട് നേരിൽ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഖാദിരിയ ത്വരീഖത്തിൻ്റെ മാർഗവും അതോടൊപ്പം മദീനയിലെത്തിയപ്പോൾ ഷാദുലി ത്വരീഖത്തിൻ്റെ മാർഗവും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആലുവ അബൂബക്കർ മുസ്ലിയാർ വലിയ മഹാനാണ്. അതേപോലെ കണിയാപുരം മുടിക്കൽ അബ്ദുൾ റസാഖ് മസ്താൻ, പിന്നെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്നീ മഹാന്മാരുമായിട്ടൊക്കെ ബന്ധങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ലോകം വളരുന്നത്. അവിടുന്ന് ആലുവ അബൂബക്കർ മുസ്ലിയാരെ കൂടെ കുറച്ച് കാലം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഹജ്ജിന് പോകാൻ അനുമതി ചോദിച്ചപ്പോൾ എൻ്റെ വഫാത്തിന് ശേഷം പോയാൽ മതി എന്നാണ് അത്ര പറഞ്ഞത്. ആ വഫാത്തിന് ശേഷം പോയപ്പോഴാണ് മസ്ജിദുൽ ഖുബയിൽ വെച്ചിട്ട് വലിയൊരു മതപണ്ഡിതനെ, ഒരു ആത്മീയ നേതാവിനെ കാണാനിട വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഈസ എന്ന ഒരു ഷാദുലി ത്വരീഖത്തിൻ്റെ ഒരു ഷെയ്ഖായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഒരു ഷാദുലി ത്വരീഖത്തിൻ്റെ ഏടുകൾ സ്വീകരിച്ചത്. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു കാലം ഗൾഫിലായിരുന്നു. ഒരു 10-25 വർഷം ഗൾഫിലെ ഔഖാഫിൻ്റെ ഇമാമായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. അവിടുത്തെ UAE വളരെ വലിയ VIP-കളുമായിട്ടും മത നേതൃത്വവുമായിട്ടും രാജ്യത്തിൻ്റെ ഭരണത്തിലെ വലിയ നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധമുണ്ടാകുമ്പോഴും തികഞ്ഞ ലളിതമായ ഒരു ജീവിതമാണ് അത്തിപ്പറ്റ ഉസ്താദ് നയിച്ചിരുന്നത്. ഇതാണ് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഒരു പ്രത്യേകത. ജീവിതത്തിൽ എന്തൊക്കെ തരത്തിൽ അഹങ്കരിക്കാനും അല്ലെങ്കിൽ ആഘോഷങ്ങളാക്കാനുള്ള സൗകര്യം ഭൗതികമായി കിട്ടിയിട്ടും അതിലേക്കൊന്നും കണ്ണോ മനസ്സോ കൽബോ പോകാതെ തികഞ്ഞ എന്താ പറയുക, നമ്മൾ സാഹിദ് എന്നൊക്കെ പറയില്ലേ, ജീവിതത്തിൽ ഭൗതികതയോടൊക്കെ ഉള്ള അലങ്കാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആധ്യാത്മിക വഴിയിലേക്ക്, ആ കഠിനമായ വഴിയിലേക്ക് നീങ്ങിയ ഒരു മഹാഗുരുവാണ് അത്തിപ്പറ്റ ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഏതായാലും എനിക്കിങ്ങനെ തോന്നി, നാളെ അദ്ദേഹത്തിൻ്റെ ഉറൂസ് മുബാറക്ക് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വൈകുന്നേരം വീഡിയോ ഇടാറില്ല. അപ്പോൾ ഇന്ന് തോന്നി, ഇന്ന് ചെറിയ വീഡിയോ ആണെങ്കിലും ഇന്ന് അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ചുള്ളൊരു സംസാരം അത് അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാനീ പറയുന്നത് പടച്ച റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഒരാൾക്കെങ്കിലും അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അൽഹംദുലില്ലാ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞല്ലോ, കേൾക്കാൻ കഴിഞ്ഞല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ഞാൻ ആ ഒരു നന്മക്ക് കാരണമായാൽ അള്ളാഹു എനിക്ക് അതിന് കിട്ടുന്ന പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സമയമാണ്. സമയം നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ കഴിയില്ല, സമയത്തിനില്ല, വെള്ളം വയ്ക്കാനില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകാൻ ഒന്ന് സഹായിക്കുന്നിടത്തോളം അള്ളാഹിൻ്റെ രക്ഷയുണ്ടാകും. സുഖമാണ് ഒരു സാധന. നല്ല കാര്യങ്ങൾ എന്തോ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ദുനിയാവുണ്ടാവും ആഖിറത്ത്. അപ്പോൾ ഏറ്റവും വലിയ ഒന്നാണ് ഉസ്താദിൻ്റെ ശരിയായ പേര് അത്തിപ്പറ്റ മൊഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്നുള്ളതാണ്. പക്ഷേ അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു പ്രത്യേകത സൂക്ഷ്മതയാണ്.
ആ ഒരു തഖ്വ സൂക്ഷ്മത നമ്മുടെ ലൈഫിൽ നമ്മൾ പരമാവധി കൊണ്ടുവരിക. അവരെ പോലെ ഒന്നും നമുക്ക് ആവാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് അത്രയും തഖ്വയുള്ള ആളുകളെ സ്നേഹിക്കാൻ കഴിയൂലേ? അൽ മർഉ മഅ മൻ അഹ്ബബ്ത എന്നല്ലേ? ഒരു മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നോ അവരുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മഹാന്മാരെ സ്നേഹിക്കാം. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ത്രുപ്പാപ്പ എന്ന് പേരുള്ള വലിയൊരു മഹാനവർകളുണ്ട്, ഒരു സൂഫി ഗുരുവാണ്. എനിക്കന്ന് അങ്ങനെ സൂഫി ലോകമോ ഔലിയാക്കളെ കുറിച്ചൊന്നും വലിയ ധാരണ ഒന്നും ഇല്ല. കാരണം നമ്മുടെ ലൈഫ് അങ്ങനെ ആയിരുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ അന്ത്രുപ്പാപ്പാനെ കാണാൻ പോവുകയാണെന്ന് കേൾക്കുമ്പോൾ ഞാൻ ആരാണ് ഈ അന്ത്രുപ്പാപ്പ? അപ്പം എല്ലാവരും പറയും ദുആക്ക് ഇജാബത്തുള്ള ആളാണ്, വലിയാണ്. സത്യത്തിൽ എൻ്റെ ഉള്ളിൽ അന്ത്രുപ്പാപ്പ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ആരോ ആയിക്കോട്ടെ, എന്താ പോയി കാണേണ്ട ആവശ്യമൊന്നും, എല്ലാവരും പോകുന്നത് കൊണ്ട് ഞാനും പോയതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പോകാനുള്ള വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് പിന്നെ ഉള്ളിൽ തോന്നിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തോന്നി, എങ്ങനെ ഇരിക്കും അള്ളാഹുവിൻ്റെ ഒരു വലിയ ഉണ്ടാവുക, എങ്ങനെ എൻ്റെ വേഷം ഉണ്ടാവുക, കാണാലോ എന്നുള്ളത്. കാരണം ഞാൻ വാടാനപ്പള്ളി ദർസിൽ വാടാനപ്പള്ളിയിൽ ദർസിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഏത് വർഷമാണ്? 95 ആയിരിക്കും. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോണ സമയത്ത് തന്നെ തെക്കിബീർ ഇങ്ങനെ വിളി മുഴങ്ങുന്നത്. അപ്പോൾ മനസ്സിലായി ഉസ്താദ് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു നിസാരപ്പെടുത്തുന്നത്, അതായത് അങ്ങനെ പൗലിയാക്കളെ കാണേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആ സ്റ്റേജിൻ്റെ അവിടെ വെച്ച് നോക്കുമ്പോൾ ഒരു പച്ച ഷാളൊക്കെ ഇട്ടിട്ട് ഒരു ഇരുണ്ടൊരു മനുഷ്യൻ തടിച്ചിട്ടൊരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ ഇതായിരിക്കില്ല ഇപ്പോൾ ഈ അന്തർപ്പാപ്പ വലിയ അല്ലേ, എന്താ ഇപ്പോൾ ഇരിക്കണം അങ്ങനെ കരുതിയിട്ട് അങ്ങനെ ആ പ്രസംഗങ്ങളൊക്കെ അവിടെ ഞാൻ സ്റ്റേജിന് അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി. അങ്ങനെ ഞാൻ അന്ന് മഗ്‌രിബ് കാണുന്ന സമയത്തേക്ക് ഞാൻ ദർസിലേക്ക് തിരിച്ചു പോന്നു. അന്ന് മഗ്‌രിബിൻ്റെ ശേഷമുള്ള ദർസൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പരസ്പരം സംസാരിക്കണേ അന്തർപ്പാപ്പനെ കുറിച്ചാണ്. അന്തർപ്പാപ്പ വലിയ മഹാനാണ്, കണ്ടു, കൈ കൊടുത്തു, കൈമുത്തി. അപ്പോൾ ഞാനിതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഇപ്പോൾ അന്തർപ്പാപ്പ ഓരോരുത്തർ അന്തർപ്പാപ്പ പറയുമ്പോൾ ഞാൻ കണ്ട ആൾ അന്തർപ്പാപ്പയല്ല. അപ്പോൾ അള്ളാഹു എൻ്റെ കണ്ണിൽ നിന്ന് അന്തർപ്പാപ്പാനെ മറച്ചു വെച്ചു. അന്തർപ്പാപ്പാക്ക് പകരം ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഹാദിമായ ആരോ ആണ്. മഹാന്മാരുടെ ഈ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിലൊരു നിസാരപ്പെടുത്തുന്ന ഒരു ഭാവം വന്നപ്പോൾ അള്ളാഹു അത് സിത്തിറിട്ട് തന്നു, ഒരു മറയിട്ട് തന്നു, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സൂഫിയാക്കളായ ആളോട് ഒരിക്കലും നമ്മൾ മത്സരിക്കാൻ എൻ്റെ ലൈഫിൽ വലിയൊരു പാടാണ്. പിന്നെ എവിടെയുണ്ടെങ്കിലും ഇത്തരം മഹാന്മാരുടെ സാന്നിധ്യങ്ങളുണ്ടോ നമ്മളത് ഉപേക്ഷിക്കലില്ല. അപ്പോൾ ഒരാൾക്കെങ്കിലും ഈ ഒരു സന്ദേശം അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് ഇതുപോലെയുള്ള മഹാനവർകളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതൊരു വലിയ പുണ്യമാണ്. ഇത്തരം മഹാന്മാരുടെ ജീവിതമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മാതൃകയാക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങൾ എന്താണെങ്കിലും താഴെ പങ്കുവെച്ചാൽ അത് എനിക്കും വായിക്കാൻ ഉപകാരമായിരിക്കും. എന്തായാലും മഹാന്മാരുടെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മളെയും സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.